ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചുവിൻ്റെയും പൊന്നിനെ ടി സി മേടിക്കാൻ പോകാൻ കേട്ടോ രാജാക്കാട് സ്കൂളിൽ. ഞങ്ങൾ അടിമയിലേക്ക് മാറിയതുകൊണ്ടാണ് അവരവിടുന്ന് ടി സി മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന് നേരെ മുമ്പ് കാണുന്ന സ്ഥലമാണ് കേട്ടോ അത്. നല്ല സീനറിയൊക്കെയാണ്. പിന്നെ കണ്ണൻ ഇറങ്ങാച്ച താമസിച്ചു. കണ്ണനും ഞാനും കൂടെയാണ് കേട്ടോ ടി സി മേടിക്കാൻ പോകുന്നത്. പിന്നെ അവൻ റെഡിയായി ഇറങ്ങി. പുറത്ത് കുഞ്ഞാറ്റയും പൊന്നും നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചാറ്റുപാറ ബസ് സ്റ്റോപ്പിലെത്തി. ചാറ്റുപാറയാണ് കേട്ടോ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഞങ്ങൾക്ക് രാജാക്കാട് പോകണമെങ്കിൽ അടിമാലി ചെന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ അടിമാലിക്കുള്ള ബസ്സിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ അടിമാലിക്കുള്ള ബസ് എത്തി. ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ കയറി നേരെ അടിമാലി ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ അടിമാലി ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ 2 പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു. കണ്ണൻ 2 അപ്പവും മുട്ടക്കറിയും. പിന്നെ അതിനുള്ള വെയിറ്റിങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫുഡെല്ലാം വിട്ടുപോകാൻ തന്നു. ഞങ്ങളതെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, രാജാക്കാട് പോകാനുള്ള ബസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ രാജാക്കാട്. അടിമാലിയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട് രാജാക്കാടിന്. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ രാജാക്കാട് ചെന്നിറങ്ങി. അപ്പോഴേക്കും രാജാക്കാട് നിന്ന് NRCTക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. NRCT സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നേരെ ആ ബസ്സിലേക്ക് ഒന്ന് കയറി. ഈ കാണുന്ന സ്കൂളിലാണ് കേട്ടോ പൊന്നു ആദ്യം LKG UKG ഒക്കെ പഠിച്ചത്, ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൽ. അങ്ങനെ ഞങ്ങൾ നേരെ NRCTക്ക് പോയി. അവിടെ ചെന്ന് സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേസ് അറിഞ്ഞത് ഇന്നിവിടെ ഹെഡ് മാസ്റ്റർ ഇല്ല, അതുകൊണ്ട് TC കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഫോം തന്നു, TCക്കുള്ള അപേക്ഷ ഫോം. പിന്നെ അതെല്ലാം പൂരിപ്പിച്ച് ഞങ്ങൾ നേരെ അടിമാലിക്ക് തിരിച്ചു കേസ്. അങ്ങനെ ഞങ്ങൾ അടിമാലിൽ എത്തിയപ്പോഴേക്കും അളീനും പെങ്ങളും വിളിച്ചു. അവർക്കൊരു ഫ്രിഡ്ജ് മേടിക്കാനായി. അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫ്രിഡ്ജ് നോക്കി. ഒരു ഫ്രിഡ്ജെല്ലാം ഇഷ്ടപ്പെട്ട് മേടിച്ചു. അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരു കൂട്ടുകാരൻ്റെ വണ്ടി വിളിച്ചപ്പോൾ അവനൊരു ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ താമസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കയറി ഒരു ചായയൊക്കെ കുടിച്ചു. ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവൻ വണ്ടിയായിട്ട് എത്തി. അവരുടെ ഗോഡൗണിലായിരുന്നു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫ്രിഡ്ജ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഫ്രിഡ്ജ് വണ്ടിയിലേക്ക് കയറ്റി നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതവിടെ കൊണ്ട് ഇറക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്കായി ഞങ്ങൾ വീണ്ടും വരാം. ബൈ.